അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ദാറ്റ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ഡയറക്ട്ലി upward, that is vertical incidence, and still be returned to the earth by ionosphere. അതായത് it is the highest frequency that can be propagated directly upward. Directly upward means എന്ന് പറയുന്നത് നമ്മൾ വെർട്ടിക്കൽ ഇൻസിഡൻസ് ആണ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ, നമ്മൾ അയണോസ്ഫിയറിൽ വെർട്ടിക്കലി നോർമൽ ടു അയണോസ്ഫിയർ ആയിട്ട് എന്ത് ചെയ്യാം, റേഡിയോ വേവ് ഇൻസിഡൻറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവിടെ റിഫ്രാക്ഷൻ വഴി അത് തിരിച്ച് എർത്തിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു അയണോസ്ഫിയറിക് ലെയറിന് റിട്ടേൺ ചെയ്യാവുന്ന മാക്സിമം ഫ്രീക്വൻസി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വെർട്ടിക്കൽ ഇൻസിഡൻസ് ഒക്കർ ചെയ്യണം. അവിടെ കണ്ടീഷൻ അതാണ്, വെർട്ടിക്കൽ ഇൻസിഡൻസ് ഒക്കർ ചെയ്തിട്ട് അയണോസ്ഫിയറിക് ലെയർ, ഓരോ ലെയറിനും ഡിഫറെൻറ്റ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ അയണോസ്ഫിയറിക് ലെയറിന് അത് ഡി ലെയറോ ഇ ലെയറോ എഫ് ലെയറോ ഏതാണെങ്കിൽ ആ ലെയറിന് റിട്ടേൺ ചെയ്യാവുന്ന മാക്സിമം ഫ്രീക്വൻസി, അതിനെ നമ്മൾ പറയുന്നതാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് എഫ് സി ഡിപ്പെൻഡ്സ് ഓൺ അയണൈസേഷൻ ഡെൻസിറ്റി ആൻഡ് ദെർഫോർ വാരീസ് വിത്ത് ദ ടൈം ഓഫ് ഡേ ആൻഡ് ദ സീസൺ. ഓക്കെ, എഫ് സി എന്ന് പറയുന്നത് നമ്മൾ അയണോസ്ഫിയറിൻ്റെ അയണൈസേഷൻ ഡെൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം സണ്ണിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഡെൻസിറ്റിയിൽ വേരിയേഷൻ, അത് വേരിയേഷൻസ് അയണോസ്ഫിയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അല്ലേ, ഡേ ടൈമിലാണെങ്കിൽ ഡി ലെയർ ഉണ്ടാവും, ഇ ലെയർ ഉണ്ടാവും, എഫ് ലെയർ ഉണ്ടാവും. നൈറ്റ് ടൈം ആണെങ്കിൽ ഡി ലെയറും ഇ ലെയറൊക്കെ വാനിഷ് ചെയ്യും, F1 F2 ലെയേഴ്സ് ഉണ്ടാവുന്നതൊക്കെ കമ്പൈൻ ചെയ്ത് എഫ് ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് സി എന്ന് പറയുന്നത് ഇറ്റ് വാരീസ് വിത്ത് ദ ടൈം ഓഫ് ഡേ ആൻഡ് സീസൺ. ഇനി ഇഫ് ദ വെർട്ടിക്കൽ ആംഗിൾ ഓഫ് റേഡിയേഷൻ ഈസ് ഡിക്രീസ്ഡ്, അതായത് നോർമൽ ഇൻസിഡൻസ് ആണ് വരുന്നത്. അപ്പോൾ വെർട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ആ ആംഗിൾ നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. വെർട്ടിക്കൽ ആംഗിൾ ഓഫ് റേഡിയേഷൻ ഈസ് ഡിക്രീസ്, ദെൻ ഫ്രീക്വൻസി അറ്റ് ഓർ എബോവ് ദ എഫ് സി ക്യാൻ സ്റ്റിൽ ബി റിഫ്രാക്റ്റഡ് ബാക്ക് ടു എർത്ത് സർഫസ്. അപ്പോൾ അങ്ങനെയാണ് സമയത്ത് വെർട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റേഡിയേഷൻ നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ എഫ് സിയിലോ അല്ലെങ്കിൽ എഫ് സിയേക്കാൾ കൂടുതലോ ഉള്ള ഫ്രീക്വൻസീസിനെ ആ ലെയറിന് എന്ത് ചെയ്യാൻ പറ്റും, റിഫ്രാക്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദേ വിൽ ട്രാവൽ എ ലോങ്ങർ ഡിസ്റ്റൻസ് ഇൻ ദ അയണോസ്ഫിയർ ആൻഡ് ദസ് ഹാവ് എ ലോങ്ങർ ടൈം ടു ബി റിഫ്രാക്റ്റഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ദേ ക്യാൻ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് ഇൻ അയണോസ്ഫിയർ ആൻഡ് അപ്പോൾ അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് സാവകാശം റിഫ്രാക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എർത്തിലോട്ട് റിട്ടേൺ ചെയ്യപ്പെടും. ഓക്കെ, ഇനി എവരി ഫ്രീക്വൻസി ഹാസ് എ മാക്സിമം വെർട്ടിക്കൽ ആംഗിൾ അറ്റ് വിച്ച് ഇറ്റ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ആൻഡ് സ്റ്റിൽ ക്യാൻ ബി റിഫ്രാക്റ്റഡ് ബാക്ക് ബൈ ദ അയണോസ്ഫിയർ ആൻഡ് ദിസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി നമ്മൾ ഓരോ ഫ്രീക്വൻസി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു മാക്സിമം വെർട്ടിക്കൽ ആംഗിൾ ഉണ്ട്, മാക്സിമം വെർട്ടിക്കൽ ആംഗിൾ ഓഫ് റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ ആ ആംഗിളിനേക്കാൾ കൂടുതലായിട്ടാണ് നമ്മൾ റേഡിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ആ വേവ് അയണോസ്ഫിയറിൽ തട്ടി റിഫ്രാക്റ്റ് ചെയ്ത് തിരിച്ച് എർത്തിലോട്ട് വരില്ല. പകരം എന്ത് ചെയ്യും, അത് എസ്കേപ്പ് ചെയ്യും ടു ദ ഔട്ടർ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ മാക്സിമം വെർട്ടിക്കൽ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ. എവറി ഫ്രീക്വൻസി ഹാസ് എ മാക്സിമം വെർട്ടിക്കൽ ആംഗിൾ അറ്റ് വിച്ച് ഇറ്റ് ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ആൻഡ് സ്റ്റിൽ ക്യാൻ ബി റിഫ്രാക്റ്റഡ് ബാക്ക് ബൈ ദ അയണോസ്ഫിയർ ആൻഡ് ദിസ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു ട്രാൻസ്മിറ്റ് ആൻറ്റിന കാണിച്ചിട്ടുണ്ട്, ദെൻ അതിലുള്ള റേഡിയേഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. ഈ ആംഗിളാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് ഉള്ള മാക്സിമം ആംഗിളാണ് എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ആംഗിൾ. അവിടെ എന്താ കണ്ടീഷൻ, എന്താ, ആ മാക്സിമം ആംഗിളിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ എന്ത് ചെയ്യും, അയണോസ്ഫിയറിൽ എത്തുന്നു, അവിടുന്ന് റിഫ്രാക്ഷൻ ഒക്കെ ചെയ്യുന്നു, സക്സസീവ് റിഫ്ലക്ഷൻസ് ഒക്കെ ഒക്കർ ചെയ്തിട്ട് നമുക്കറിയാം അയണോസ്ഫിയറിലൂടെ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി റിഫ്രാക്റ്റഡ് ബാക്ക് ടു എർത്ത്. ഓക്കെ, ഇനി നമ്മൾ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ഗ്രേറ്റർ ആംഗിളിലാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും ലാർജർ ആംഗിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഡിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ വേവ്സ്. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ വേവ്സ് അയണോസ്ഫിയറിൽ എത്തുന്നു, ദെൻ എന്ത് ചെയ്യുന്നു? പെനിട്രേറ്റ് ദ അയണോസ്ഫിയർ. ഓക്കെ, അയണോസ്ഫിയറിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് ദേ വിൽ എസ്കേപ്പ് ടു ഔട്ടർ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. ഓക്കെ, അപ്പോൾ അത് തിരിച്ച് എന്ത് ചെയ്യുന്നില്ല? റിഫ്രാക്റ്റഡ് ബാക്ക് ടു എർത്ത്. അങ്ങനെ ഒരു സംഭവം അവിടെ ഒക്കർ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി പറഞ്ഞു, ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞു. ദെൻ ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയുടെ വേറൊരു ഡെഫിനിഷനാണ്, critical frequency is defined as the limiting frequency below which a wave is reflected and above which it penetrates through the ionosphere layer when the waves are incident on the layer normally. അപ്പോൾ ഈ ഡെഫിനിഷൻ പ്രകാരം എന്താ പറയുന്നത്? ഒരു ലിമിറ്റിംഗ് ഫ്രീക്വൻസിയാണ്. ഓരോ ലെയറിനും ഓരോ ലിമിറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിനേക്കാളും കുറവായിട്ടുള്ള ഫ്രീക്വൻസിയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ആ വേവിനെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റഡ് ബാക്ക് ടു എർത്ത്. ഓക്കെ, ഇനി ആ ഫ്രീക്വൻസിനേക്കാളും ഹയർ ഫ്രീക്വൻസീസാണ് വരുന്നതെങ്കിൽ എന്താ ചെയ്യുന്നത്? ദാറ്റ് വേവ്സ് വിൽ പെനിട്രേറ്റ് ദ അയണോസ്ഫിയർ ആൻഡ് എസ്കേപ്പ് ടു ഔട്ടർ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. പക്ഷേ ഈ രണ്ട് കേസിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ദീസ് വേവ് ഷുഡ് ഇൻസിഡൻറ്റ് നോർമലി ടു ദാറ്റ് പെർട്ടിക്കുലർ ലെയർ ഓഫ് ദ അയണോസ്ഫിയർ. ഏത് ലെയർ? ഇപ്പോൾ ഡി ലെയർ ആണെങ്കിൽ ആ ഡി ലെയറിൽ നോർമലി ഇൻസിഡൻ്റ് ആയിരിക്കണം, നോർമൽ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇൻസിഡൻ്റ് ആയിരിക്കണം. അതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഈ നോർമൽ ഇൻസിഡൻറ്റ് എന്നുള്ളത് ടേം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി വരുന്നത്. ഇനി ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയുടെ ഡെറിവേഷനാണ്. ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അതിനെ നമ്മൾ എഫ് സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ എഫ് സിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ്. നമുക്കറിയാം ബൈ സ്നെൽസ് ലോ മ്യൂസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂസ് ഈക്വൽ ടു സൈൻ എ ബൈ സൈൻ ആർ നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ മ്യൂവിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് അയണോസ്ഫിയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 - 81 n ഡിവൈഡഡ് ബൈ എഫ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? നോർമൽ ഇൻസിഡൻസ് ആണ് വരുന്നത്. ദെർഫോർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I is equal to 0 ആയിരിക്കും. ആൻഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോർമൽ ആണെങ്കിൽ ആ ഫ്രീക്വൻസിനെ നമ്മൾ എന്ത് പറയുന്നതാണ്? F is equal to FC എന്ന് പറയും, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മ്യൂവിൻ്റെ ഇക്വേഷനിൽ. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? മ്യൂസ് ഈക്വൽ ടു സൈൻ 0 ബൈ സൈൻ ആർ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു 1 - 81 n മാക്സ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. n മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അയണൈസേഷൻ ഡെൻസിറ്റി. ഓക്കെ, ഡിവൈഡഡ് ബൈ എഫ് സി സ്ക്വയർ. ദെൻ ഈ രണ്ട് LHSഉം RHSഉം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് സിയുടെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? 81 n മാക്സ് ഈക്വൽ ടു എഫ് സി സ്ക്വയർ ഓർ എഫ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 81 n മാക്സ് ഓർ എഫ് സി ഇസ് ഈക്വൽ ടു 9 √ n മാക്സ്. ഇതാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരുന്നത്. Highest frequency that can be reflected back by the ionosphere is one for which refractive index mu equal to 0. Below the critical frequency, electromagnetic wave will reflect back to the earth by ionized layers. Okay, അപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലുള്ളതാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കണ്ടീഷനിലുള്ള ഫ്രീക്വൻസിയാണ് എന്ത് വരുന്നത്? ഹയസ്റ്റ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി വരുന്നത്. ഇനി ഫ്രീക്വൻസി ബിലോ ടു ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആണെങ്കിൽ എന്ത് ചെയ്യും? ദാറ്റ് വേവ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ എർത്ത് സർഫസ്. ഓക്കെ, ഇത് വരുന്ന മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി ഓർ MUF ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി അറ്റ് വിച്ച് it is reflected by the ionospheric layer at the angle of incidence other than normal incidence. ഇതും ഹയസ്റ്റ് ഫ്രീക്വൻസി ആണ്. അയനോസ്ഫിയറിക് ലെയറിന് റിഫ്ലക്റ്റ് ചെയ്യാവുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസി തന്നെയാണ്. പക്ഷെ അവിടെ കണ്ടീഷൻ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കാൻ പാടില്ല? നോർമൽ ഇൻസിഡൻസ് ആവാൻ പാടില്ല, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഇൻസിഡൻസ് ആവാൻ പാടില്ല. ഓക്കെ, ദെൻ MUF നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി പറഞ്ഞതുപോലെ തന്നെ MUF ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ടൈം, ഡേ, ഡിസ്റ്റൻസ് ഡയറക്ഷൻ ആൻഡ് സോളാർ ആക്ടിവിറ്റി. ഇതിനെല്ലാം MUF ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് MUF ഈസ് ദ
ഹയസ്റ്റ് ഫ്രീക്വൻസി ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ സ്കൈ വേവ്. സ്കൈ വേവിൽ യൂസ് ചെയ്യാവുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ് ഏത്? സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ യൂസ് ചെയ്യാവുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ് എന്തെന്ന് പറയുന്നത്? മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി ഓർ MUF എന്ന് പറയുന്നത്. ഈ ഫിഗർ കാണിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ളതാണ്. ഇനി MUFൻ്റെ ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. നമുക്കറിയാം മ്യൂസ് ഈക്വൽ ടു sin I by sin R റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ബൈ സ്നെൽസ് ലോ വിച്ച് ഈസ് ഈക്വൽ ടു അയണോസ്ഫിയറിക് ലെയറിൻ്റെ മ്യൂവിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. 1 - 81 Nmax ഡിവൈഡഡ് ബൈ MUF സ്ക്വയർ. ഓക്കെ, നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രീക്വൻസി, മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയാണ്. നമ്മളുടെ ജനറൽ ഇക്വേഷനിൽ 1 - 81 N/F സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്നിന് പകരം ഇത് കൊടുക്കുന്നു, Nmax കൊടുക്കുന്നു. മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിക്ക് എഫിന് പകരം എന്ത് കൊടുക്കുന്നു? MUF സഫിക്സ് കൊടുക്കുന്നു. ദെൻ ഫോർ എ സ്കൈ വേവ് ടു റിട്ടേൺ ടു ദ എർത്ത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വുഡ് ബി 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടീഷൻ പറയുന്നത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയുടെ കേസിൽ I = 0 എന്ന് പറഞ്ഞ കണ്ടീഷനായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ പറയുന്നത് R ഷുഡ് ബി ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഫോർ എ സ്കൈ വേവ് ടു റിട്ടേൺ ടു ദ എർത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് മ്യൂസ് ഈക്വൽ ടു എന്ത് വരും? sin I by sin 90 ദാറ്റ് ഈസ് ഈക്വൽ ടു sin I is equal to 1 - square root of 1 - 81 Nmax divided by FMUF square. ദെൻ സ്ക്വയർ റൂട്ട് മാറ്റുമ്പോൾ LHSൽ sin square I is equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് FMUF ആണ് അല്ലേ. അപ്പോൾ ആ ടേം മാത്രം LHSലോട്ട് കൊണ്ടുവന്നു, ബാക്കിയുള്ള ടേംസിനെല്ലാം RHSലോട്ട് കൊണ്ടുപോയി. ദെൻ FMUF സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഇക്വേഷൻ എന്ത് കിട്ടി? 81 Nmax ഡിവൈഡഡ് ബൈ 1 - sin square I കിട്ടി. 1 - sin square തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? cos square തീറ്റയാണ്. ദെർഫോർ FMUF സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 81 Nmax ഡിവൈഡഡ് ബൈ cos square I കിട്ടി. ഓക്കെ, ഇനി നമുക്കറിയാം FC സ്ക്വയർ. FCയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. FC ഇസ് ഈക്വൽ ടു 9 സ്ക്വയർ റൂട്ട് Nmax എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. Nmax എന്ന് പറഞ്ഞ ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു. ഓർ FC സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? FC സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 9 സ്ക്വയർ ഇൻറ്റു Nmax ദാറ്റ് ഈസ് 81 Nmax. അതിനകത്തുനിന്ന് എന്ത് കിട്ടും? 81 Nmax. അപ്പോൾ 81 Nmaxന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ 81 Nmaxന് പകരം എന്ത് കൊടുക്കാം? FC സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? FMUF സ്ക്വയർ ഇസ് ഈക്വൽ ടു 81 Nmaxന് പകരം FC സ്ക്വയർ കൊടുത്തു, ദെൻ ഡിവൈഡഡ് ബൈ cos സ്ക്വയർ തീറ്റ cos സ്ക്വയർ I or FMUF is equal to FC by cos I or FMUF is equal to FC into sec I. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്? മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരുന്നത്. FC എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി, I എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദാറ്റ് ഈസ് MUF ഈസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ബൈ എ ഫാക്ടർ ഓഫ് sec I. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സെക്കൻഡ് ലോ. ഓക്കെ, സെക്കൻഡ് ലോ എന്ന് പറയും ഇതിനെ, സെക്കൻഡ് ലോ. ഓക്കെ, അപ്പോൾ ഏത് ഫ്രീക്വൻസിയാണ് ഹയർ വാല്യൂ വരുന്നത്? മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയാണ് ഹയർ വാല്യൂ വരുന്നത് ദാൻ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ബൈ എ ഫാക്ടർ sec I. ദിസ് ഈസ് നോൺ ആസ് സെക്കൻഡ് ലോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെർച്വൽ ഹൈറ്റ് ആണ്. വെർച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അയണോസ്ഫെറിക് പ്രൊപ്പഗേഷൻ്റെ കേസിൽ പറയുന്നതാണ്. വെർച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത് the height at a point above the surface at which the wave bends down to earth is called actual height or true height. ആക്ച്വൽ ഹൈറ്റ് അല്ലെങ്കിൽ ട്രൂ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? എർത്തിൻ്റെ സർഫസിൽ അയണോസ്ഫിയറിക് ലെയറിൽ നമ്മൾ ട്രാൻസ്മിറ്റഡ് വേവ് ബെൻഡ് ചെയ്തിട്ട് തിരിച്ച് എന്ത് വരുന്നു? എർത്തിൻ്റെ സർഫസിലോട്ട് വരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഹൈറ്റ് എവിടെ നിന്നാണോ ബെൻഡ് ചെയ്യുന്നത്, ആ ബെൻഡ് ചെയ്യുന്ന ആ പോയിൻ്റ് എർത്തിൻ്റെ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ച്വൽ ഹൈറ്റ് ഓർ ട്രൂ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മൾ ട്രാൻസ്മിറ്റഡ് വേവ്, ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്മിറ്റഡ് വേവ് അയണോസ്ഫെറിക് ലെയറിൽ തട്ടി അവിടെ റിഫ്രാക്ഷൻ ഒക്കർ ചെയ്യുന്നു, ദെൻ വേവ് ബെൻഡ് ചെയ്ത് തിരിച്ച് എർത്തിൻ്റെ സർഫസിലോട്ട് വരുന്നു അല്ലേ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ട്രാൻസ്മിറ്റഡ് വേവാണ്, തിരിച്ച് കാണിച്ചിരിക്കുന്നത് റിഫ്രാക്റ്റഡ് വേവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ ബെൻഡ് ചെയ്ത് അതിൻ്റെ ആ ടോപ്പ് പോയിൻ്റ് ഇവിടെ M എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ M എന്ന് പറഞ്ഞ പോയിൻറ്റും എർത്തിൻ്റെ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ്
ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്ച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആക്ച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി however below the ionized layer the incident and refracted wave follows the same paths. ബിലോ ദ അയണൈസ്ഡ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ അയണൈസേഷൻ ലോവർ എഡ്ജ് ഓഫ് അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പോയിന്റിന് താഴെ എൽ എൻ എന്ന് പറഞ്ഞ പോയിന്റ്, ഈ എൽ എന്ന് പറഞ്ഞ കേസ് ട്രാൻസ്മിറ്റഡ് വേവിൻ്റെ കേസും എൻ എന്ന് പറഞ്ഞ പോയിന്റ് റിഫ്രാക്റ്റഡ് വേവിൻ്റെ കേസും. അപ്പോൾ ബിലോ എൽ ആൻഡ് ബിലോ എൻ എന്താണ്, നമ്മൾ ട്രാൻസ്മിറ്റഡ് വേവും റിഫ്രാക്റ്റഡ് വേവും സെയിം പാത്താണ് ഫോളോ ചെയ്യുന്നത്. ഏതിൻ്റെ പാത്താണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇഫ് which are exactly the same if a reflection takes place among path at a height above the earth's surface which is greater than the actual height. അതായത് below the points L and N ട്രാൻസ്മിറ്റഡ് വേവും റിഫ്രാക്റ്റഡ് വേവും ഫോളോ ചെയ്യുന്ന പാത്ത് സെയിം ആണ്. ഏത് പാത്തിന് സെയിം ആണ്? നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു ഡിസ്റ്റൻറ്റ് പോയിൻ്റ്, അതായത് നമ്മൾ ആക്ച്വൽ ഹൈറ്റിനേക്കാളും മുകളിലുള്ള ഒരു പോയിന്റിൽ തട്ടിയിട്ട് ഈ വേവ്സ്, അതായത് ട്രാൻസ്മിറ്റഡ് വേവ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന അതേ പാത്ത് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് റിഫ്രാക്ഷനാണ് പറയുന്നത്. അതിന് പകരം ഈ വേവിനെ നമ്മളിങ്ങനെ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ തട്ടി അതുപോലെ ബെൻഡിങ് ഒന്നും ഇല്ല, അവിടെ വരുന്നില്ല, തട്ടുന്നു തിരിച്ച് താഴോട്ട് വരുന്നു, അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്മിറ്റഡ് വേവിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ വേറൊരു പോയിന്റ്, അയണോസ്ഫിയറിൽ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്തു, O എന്ന് പറഞ്ഞ പോയിന്റിലാണ്, അവിടെ തട്ടുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. അപ്പോൾ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന പാത്തും റിഫ്രാക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന പാത്തും എന്താണെന്നാണ് പറയുന്നത്, സെയിം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സച്ച് ഹൈറ്റ് ഈസ് കോൾഡ് വെർച്വൽ ഹൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ H⁻V. ഓക്കെ, HV. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സച്ച് ഹൈറ്റ് എന്ന് പറയുന്നത് ഏത് ഹൈറ്റാണ്? ഇവിടെ ഇപ്പോൾ ഈ ഫിഗറിലാണെങ്കിൽ ഇത് എർത്തിൻ്റെ സർഫസും O എന്ന് പറഞ്ഞ പോയിൻറ്റും തമ്മിലുള്ള ഹൈറ്റ്, ഇതിനെ നമ്മൾ പറയുന്നതാണ് O എന്ന് പറഞ്ഞ പോയിൻറ്റും എർത്തിൻ്റെ സർഫസും. ഈ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്നതാണ് വെർച്വൽ ഹൈറ്റ് HV എന്ന് പറയുന്നത്. ഓക്കെ, HV എന്ന് പറയുന്നത്. അപ്പോൾ വെർച്വൽ ഹൈറ്റിന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിഫ്ലക്ഷനാണ്, ആക്ച്വൽ ഹൈറ്റിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിഫ്രാക്ഷനാണ്. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. Then virtual height is useful to find an angle of incidence required for the wave to return to the earth at a specified point. അപ്പോൾ വെർച്വൽ ഹൈറ്റിൻ്റെ വേറെ ടൈപ്പ് ഓഫ് ഡെഫിനിഷൻ പറയുന്നത് വെർച്വൽ ഹൈറ്റ് ഈസ് ദ ഹൈറ്റ് അബവ് ദ എർത്ത് സർഫസ് ഫ്രം വിച്ച് എ റിഫ്രാക്റ്റഡ് വേവ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ റിഫ്ലക്റ്റഡ്. ഓക്കെ, ആക്ച്വലി അവിടെ റിഫ്രാക്ഷനാണ് ഒക്കർ ചെയ്യുന്നത്, പക്ഷെ അതിന് പകരം ഇറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ റിഫ്ലക്റ്റഡ്. ഓക്കെ, റിഫ്ലക്ഷൻ പോലെ അപ്പിയർ ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ പറയുന്നതാണ് വെർച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ഫിഗറും കൂടി വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഡോട്ടഡ് ലൈന് കാണിച്ചിരിക്കുന്നത് എന്താണ്? അപ്പാരൻറ്റ് റിഫ്ലക്റ്റഡ് പാത്താണ്. അപ്പാരൻറ്റ് റിഫ്ലക്റ്റഡ് പാത്ത്, ഇത് റിഫ്ലക്റ്റഡ് പാത്താണ്, അപ്പാരൻറ്റ് റിഫ്ലക്റ്റഡ് പാത്ത്. ഓക്കെ, ഇനി ഈ സോളിഡ് ലൈനായിട്ട് ഇവിടുന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇത് റിഫ്രാക്റ്റഡ് പാത്ത്. ഓക്കെ, ഇതും കൂടി അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇത് വെർച്വൽ ഹൈറ്റ് H⁻V എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, മറ്റേത് ആക്ച്വൽ ഹൈറ്റ്. അതിനെ വേണമെങ്കിൽ H⁻A എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വെർച്വൽ ഹൈറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്കിപ്പ് ഡിസ്റ്റൻസ്. സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് ഓർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ ടു ദ പോയിൻ്റ് ഓൺ ദ ഗ്രൗണ്ട് at which of a given frequency will return to the earth by ionosphere. Okay, സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, അതല്ലെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് ആണ് ഫ്രം ദ ട്രാൻസ്മിറ്റർ. നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് അലോങ് ദ സർഫസ് ഓഫ് ദ എർത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്മിറ്റർ പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. ദെൻ ആ ട്രാൻസ്മിറ്ററിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുന്ന എർത്തിൻ്റെ സർഫസിലൂടെ അലോങ് ദ സർഫസ് ഓഫ് ദ എർത്തിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു പോയിന്റിലോട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, ആ പോയിന്റിലായിരിക്കും ഒരു പെർട്ടിക്കുലർ ഫിക്സഡ് ഫ്രീക്വൻസിയിലുള്ള സ്കൈ വേവ് റിട്ടേൺ ചെയ്തിട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ
measured along the surface of the earth at which a sky wave of fixed frequency എന്ന് പറയുന്നത് which is greater than FC ആണ്, ക്രിട്ടിക്കൽ ഫ്രീക്വൻസിനേക്കാളും ഹയർ ഫ്രീക്വൻസി ആണ്, will be returned to the earth. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള ഒരു, ഇപ്പോൾ സപ്പോസ് F' എന്ന് പറഞ്ഞ ഒരു ഫ്രീക്വൻസിയിലുള്ള നമ്മളൊരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അത് അയണോസ്ഫിയറിൽ തട്ടുന്നു, റിഫ്രാക്ഷൻ ഒക്കെ ചെയ്യുന്നു, ബെൻഡ് ചെയ്യുന്നു, തിരിച്ചെത്തുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഫ്രീക്വൻസി തിരിച്ചെത്തുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഓക്കെ, ട്രാൻസ്മിറ്റർ എന്നുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിഗർ നോക്കാം. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ ഡിഫറെൻറ്റ് റേസ് കാണിച്ചിട്ടുണ്ട്. റേ 1, 2, പിന്നെ 3, 1, 2, 3, ദെൻ 4, 5 ഇവിടെ ഉണ്ട്, ദെൻ 6, അങ്ങനെ 6 റേസ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് റേ 1 എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ് റേ 1 എന്ന് പറയുന്നത്. റേ 1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് മെയ്ഡ് ക്വയറ്റ് ലാർജ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വളരെ ഹൈ ആണ്. ദ സ്കൈ വേവ് റിട്ടേൺസ് ടു ദ ഗ്രൗണ്ട് അറ്റ് എ ലോങ് ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ക്രിട്ടിക്കൽ ആംഗിൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഹയർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ട്രാവൽ ലോങ് ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ റേ 1ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എഴുതി വെക്കണം, റേ 1 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് മെയ്ഡ് ക്വയറ്റ് ലാർജ്, therefore the sky wave returns to ground at a long distance from the transmitter. അതാണ് റേ 1. അപ്പോൾ റേ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിന്റ് ഇതാണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് മെയ്ഡ് ക്വയറ്റ് ലാർജ്, the sky wave returns to ground at a long distance from the transmitter. ഓക്കെ, അപ്പോൾ നമ്മൾ റേ 1 പറഞ്ഞു. ദെൻ അടുത്തത് വരുന്നത് റേ 2 ആണ്. റേ 2 എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ് റേ 2 എന്ന് പറയുന്നത്. ഇതാണ് റേ 2 വരുന്നത്. റേ 2 അതുപോലെ തന്നെ റേ 3 നോക്കാം. റേ 3 എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണിച്ചിരിക്കുന്നതാണ് റേ 3 എന്ന് പറയുന്നത്. അപ്പോൾ റേ 2ൻ്റെയും റേ 3ൻ്റെയും പ്രത്യേകത എന്താണ്? ഇവിടെ ആംഗിൾ ഈസ് സ്ലോലി റെഡ്യൂസ്ഡ്. ഓക്കെ, റേ 2ൻ്റെ കേസിൽ കുറച്ച് കുറഞ്ഞു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ കുറച്ചു, അതിനേക്കാൾ കുറച്ചു റേ 3യുടെ കേസിൽ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ആംഗിൾ ഓഫ് റേഡിയേഷൻ അല്ല പറയുന്നത്. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നോക്കുക, ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതാണ് ആദ്യത്തെ റേ, അതിനേക്കാളും കുറവാണ്. ദെൻ റേ 3 കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എഗെയിൻ കുറച്ചു അല്ലേ. അപ്പോൾ എന്താ അവിടെ പ്രത്യേകത വരുന്നത്? നാച്ചുറലി ദ വേവ് റിട്ടേൺസ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദ ട്രാൻസ്മിറ്റർ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് ട്രാൻസ്മിറ്റർ വരുന്നത്. റേ 1 ലോങ് ഡിസ്റ്റൻസിൽ പ്രൊപ്പഗേഷൻ ആണ് വരുന്നത്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്തിട്ടാണ് എർത്തിൻ്റെ സർഫസിലോട്ട് എത്തുന്നത്. റേ 2 ആവുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റേ 1നേക്കാളും കുറവാണ്. അപ്പോൾ അത് കുറച്ചും കൂടി അടുത്തോട്ട് വന്നിട്ട് എർത്തിൻ്റെ സർഫസിലെത്തി. റേ 3യുടെ കേസിൽ എന്താണ്? എഗെയിൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കുറച്ചു. അപ്പോൾ അത് കുറച്ചും കൂടിയും നിയറർ ടു ട്രാൻസ്മിറ്റർ ആയിട്ട് എന്ത് ചെയ്തു? എർത്തിൻ്റെ സർഫസിൽ റീച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ റേ 3യുടെ പോയിന്റിൽ എഴുതേണ്ട എന്താ? ആംഗിൾ ഈസ് സ്ലോലി റെഡ്യൂസ്ഡ്. നാച്ചുറലി ദ വേവ് റിട്ടേൺസ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദ ട്രാൻസ്മിറ്റർ. ഓരോ റേ ആദ്യം റേ 1 എന്ന് പറഞ്ഞിട്ട് എഴുതണം. റേ 1 ഞാൻ പറഞ്ഞ പോയിന്റ് എഴുതുക. ദെൻ റേ 2 ആൻഡ് 3 എഴുതുക, ഞാൻ പറഞ്ഞ പോയിന്റ് എഴുതുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ ആംഗിളാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റേ 1ൻ്റെ കേസിൽ ഇത് കൂടുതലായിരുന്നു, റേ 2ൻ്റെ കേസിൽ അതിനേക്കാൾ കുറച്ച് കുറവായിരുന്നു. ദെൻ റേ 3 ആവുന്ന സമയത്ത് അതിനേക്കാൾ കുറവായിരുന്നു. ദെൻ റേ 6ൻ്റെ കേസും ഇതിൻ്റെ 2ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള ഒരു വാല്യൂ. ഓക്കെ, ഇവിടെ ഫർദർ നമ്മൾ കുറച്ച് കൊണ്ടുവന്നു, അതാണ് റേ 6 വരുന്നത്. ദെൻ നമ്മൾ എഗെയിൻ കുറച്ച് റേ 4ഉം റേ 5ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ് അല്ലേ, വിച്ച് ഈസ് വെരി ക്ലോസ് ടു ദ നോർമൽ എന്ന് പറയുമ്പോൾ ഇതാണ് നോർമൽ വരുന്നത് അല്ലേ, നോർമൽ ഇൻസിഡൻസ് I = 0 എന്ന് പറഞ്ഞ കേസ് വരുന്നത്.
അപ്പോൾ നിയറർ ടു നോർമൽ ഇൻസിഡൻസ് ആ ലെവലിലേക്ക് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ച് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ റേസ് എന്ത് ചെയ്യില്ല, റിഫ്ലക്ഷൻ ഒന്നും അവിടെ ഒക്കറിയില്ല, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒന്നും ഒക്കറിയില്ല. അതുകൊണ്ട് തന്നെ ബെൻഡ് ചെയ്ത് തിരിച്ച് എർത്തിൻ്റെ സർഫസിലോട്ട് വരുന്നില്ല. പകരം എന്ത് ചെയ്യും, ദേ വിൽ എസ്കേപ്പ് ടു ദ ഔട്ടർ അറ്റ്മോസ്ഫിയർ ഓഫ് ദ എർത്ത്. ഓക്കെ, അപ്പോൾ റേ 4ഉം റേ 5ന് കേസ് എന്ത് എഴുതണം, ആംഗിൾ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്, ദ റേ വിൽ ബി ടു ക്ലോസ് ടു ദ നോർമൽ, therefore not total internal reflection occurs and the rays escaped to the outer atmosphere. ഓക്കെ, അതാണ് റേ 4ൻ്റെയും റേ 5ൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഓൾ ദീസ് ഫ്രീക്വൻസീസ്, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന റേ 1, റേ 2, റേ 3 എന്നൊക്കെ പറയുന്നത് സെയിം ഫ്രീക്വൻസി ഉള്ള സിഗ്നലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇത് ഈ പെർട്ടിക്കുലർ ഫ്രീക്വൻസി, സപ്പോസ് എഫ് ഡാഷ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഉള്ള സിഗ്നലാണ് നമ്മളിങ്ങനെ ഡിഫറെൻറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്തുന്ന ഫസ്റ്റ് പോയിൻ്റ്, അതല്ലെങ്കിൽ അത് കവർ ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അലോങ് ദ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് ഇവിടെ ഏത് കേസിലാണ് വരുന്നത്, റേ 3യുടെ കേസിലാണ് വരുന്നത് അല്ലേ. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി. ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത് പറയുന്നത്, സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മിനിമം അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, സ്കിപ്പ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് കവർ ചെയ്യാവുന്ന മിനിമം ഡിസ്റ്റൻസ് ആണ് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറഞ്ഞ ഒരു ഡിസ്റ്റൻസ് ആ ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആ സ്കിപ്പ് ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 1 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഇപ്പോൾ സപ്പോസ് ഒരു 1 മെഗാഹെർട്സ്, ഇത് ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിളാണ്, 1 മെഗാഹെർട്സ് ഉള്ള ഒരു സിഗ്നലിൻ്റെ റേഡിയോ വേവിൻ്റെ സ്കിപ്പ് ഡിസ്റ്റൻസ് 1 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് നമുക്കൊരു 900 മീറ്ററിലുള്ള ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ആൻറ്റിനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. അതാണ് ഈ സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി വെച്ച് കവർ ചെയ്യാവുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ്, കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിക്ക് കവർ ചെയ്യുക മീൻസ് ഉദ്ദേശിക്കുന്നത് എലോങ് ദ സർഫസ് ഓഫ് ദ എർത്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ എലോങ് ദ സർഫസ് ഓഫ് ദ എർത്ത്, ദാറ്റ് ഈസ് കോൾഡ് സ്കിപ്പ് ഡിസ്റ്റൻസ്. ഓക്കെ, സ്കിപ്പ് ഡിസ്റ്റൻസ് നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ പോലെ തന്നെയാണ് ഇനി അടുത്ത് പറയുന്നത് സ്കിപ്പ് ഡിസ്റ്റൻസ് ആൻഡ് സ്കിപ്പ് സോൺ ആണ് പറയുന്നത് കേട്ടോ. സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡെഫിനിഷൻ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ വേണമെങ്കിലും എഴുതാം. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ട്രാൻസ്മിറ്റർ ടു ദ പോയിന്റ് വേർ ദ സ്കൈ വേവ് ഈസ് ഫസ്റ്റ് റിട്ടേൺ ടു ദ എർത്ത്. ഓക്കെ, ദ സൈസ് ഓഫ് ദ സ്കിപ്പ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ പ്രസൻറ്റ്. ഈ ഡെഫിനിഷൻ വേണമെങ്കിലും എഴുതാം. ഇനി സ്കിപ്പ് സോൺ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എ സോൺ ഓഫ് സൈലൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് വേർ the ground wave becomes too weak for reception and the point where the sky wave is first returned to the earth. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഗർ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ സ്കിപ്പ് ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാ വരുന്നത്, ഇതാ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് ട്രാൻസ്മിറ്റർ, ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഈ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള വേവ് ഫസ്റ്റ് റീച്ച് ചെയ്യുന്ന പോയിൻ്റ്, അതായത് ഈ പോയിൻ്റ് ഞാൻ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്, ഇതാണ് സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതേ സിഗ്നൽ നമ്മൾ ഗ്രൗണ്ട് വേവ് മോഡിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസാണ് ഇവിടെ ഗ്രൗണ്ട് വേവ് കവറേജ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ, ഇത്. അപ്പോൾ ഗ്രൗണ്ട് വേവ് മോഡ് വഴി കവർ ചെയ്യാവുന്ന ഡിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. സപ്പോസ് ABC. അപ്പോൾ AC എന്ന് പറയുന്നത് ഗ്രൗണ്ട് വേവ് വഴി കവർ ചെയ്യാവുന്ന ഡിസ്റ്റൻസ് ആണ്. AB എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്കിപ്പ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ CB എന്ന് പറഞ്ഞ ആ ഡിസ്റ്റൻസ്, ഓക്കെ, CB എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഇതിനെ പറയുന്ന പേരാണ്
സ്കിപ്പ് സോൺ ഓർ സൈലൻസ് സോൺ എന്ന് പറയുന്നത്. വേർ സിഗ്നൽ ഈസ് നോട്ട് ഡിറ്റക്റ്റബിൾ. അവിടെ നമുക്ക് ഗ്രൗണ്ട് വേവ് വഴിയും ഗ്രൗണ്ട് വേവ് മോഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്കൈ വേവ് വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിപ്പ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫിഗർ വരയ്ക്കാം. And the size of the skip zone depends on the extent of the ground wave coverage and skip distance. When the ground wave coverage is great enough or the skip distance is short enough that no zone of silence occurs. അതായത് ഗ്രൗണ്ട് വേവ് കവർ ചെയ്യാവുന്നതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലുമാണ്, സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറവാണെങ്കിൽ നമുക്കറിയാലോ നേരത്തെ കാണിച്ച ഡിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല. അപ്പോൾ there will not be any skip zone or zone of silence occurs. Occasionally, first sky wave will return to the earth within the range of the ground. ചില സമയങ്ങളിൽ ഓക്കെ ഫസ്റ്റ് സ്കൈ വേവ് എന്ന് പറയുന്നത് അതായത് സ്കിപ്പ് ഡിസ്റ്റൻസും ഗ്രൗണ്ട് വേവിൻ്റെ റേഞ്ചും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. If the sky wave and ground wave are nearly of equal intensity, the sky wave alternately reinforces and cancels the ground wave, causing സിവിയർ ഫേഡിങ്. നമ്മൾ ഫേഡിങ് പറഞ്ഞിരുന്ന സമയത്ത് ഇൻ്റർഫറൻസ് ഫേഡിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇതാണ്, അതായത് സ്കിപ്പ് ഡിസ്റ്റൻസും ഗ്രൗണ്ട് വേവിൻ്റെ കവറേജും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ രണ്ട് വേവും കൂടി നള്ളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സിവിയർ ഫേഡിങ് ഒക്കെ ചെയ്യും. ദിസ് ഈസ് കോസ്ഡ് ബൈ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ്സ് ആസ് എ റിസൾട്ട് ഓഫ് ദ ലോങ്ങർ പാത്ത് ട്രാവൽഡ് ബൈ ദ സ്കൈ വേവ്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഫേഡിങ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് റേയും റീച്ച് ചെയ്യുന്ന സമയത്തുള്ള ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഫേസ് ഡിഫറൻസ് നമുക്കറിയാം, പാത്ത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 2π/λ അതിൻ്റെ പാത്ത് ഡിഫറൻസ് ആണ് ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫേസ് ഡിഫറൻസ് കാരണം എന്ത് ചെയ്യാം, ആ രണ്ട് സിഗ്നലും നള്ളിഫൈ ചെയ്ത് അവിടെ സിവിയർ ഫേഡിങ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് സ്കിപ്പ് ഡിസ്റ്റൻസും സ്കിപ്പ് സോണും വരുന്നത്. ഇനി അതിൻ്റെ ഇക്വേഷൻ, സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് അടുത്തത്. നെക്സ്റ്റ് നമുക്ക് സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ ഡെറിവേഷൻ നോക്കാം. അപ്പോൾ അതിന് കൺസിഡർ ചെയ്യുന്ന ഫിഗറാണിത്. ഓക്കെ, പോയിൻ്റ് എ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ പൊസിഷനാണ്, സി എന്ന് പറയുന്നത് റിസീവിങ് ആൻറ്റിനയുടെ പൊസിഷനാണ്, ബി എന്ന് പറയുന്നത് എനി പോയിൻ്റ് ഓൺ ദ അയണോസ്ഫിയറിക് റീജിയൻ ഓർ അയണോസ്ഫിയർ ലെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the ionized layer may be assumed to be thin layer with a sharp ionization density gradient which gives mirror like reflection of radio waves. അതുകൊണ്ടാണ് ഈ ഫിഗർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഗ്രാജുവൽ ബെൻഡിങ് അല്ല കാണിക്കുന്നത്, മിറർ ലൈക്ക് റിഫ്ലക്ഷൻ ഓഫ് റേഡിയോ വേവ്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് സിഗ്നലാണ്, ബി സി എന്ന് പറയുന്നത് റിസീവിങ് സിഗ്നലാണ്, സ്മോൾ ലെറ്റർ ഐ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും മറ്റത് സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷനുമാണ് വരുന്നത്. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്ന് പറയുന്നത് ഡി, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് സ്കിപ്പ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഫസ്റ്റ് റീച്ച് ചെയ്യുന്ന ആ പോയിൻ്റ്, നമ്മൾ സ്കിപ്പ് ഡിസ്റ്റൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കൺസിഡർ ദ ട്രയാങ്കിൾ എ ഒ ബി. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിനകത്തുനിന്ന് നമുക്ക് ഐയുടെ ഇക്വേഷൻ കിട്ടും അല്ലേ. കോസ് ഐ ഈക്വൽ ടു എന്ത് വരും, എച്ച് ഡിവൈഡ്, അതായത് എച്ച് എന്ന് പറയുന്നത് ഇതാ ഈ ഡിസ്റ്റൻസ് ആണ് എച്ച് വരുന്നത്, അതായത് പോയിൻ്റ് ഓഫ് റിഫ്ലക്ഷനും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻ്റ് ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ദ സർഫസ് ഓഫ് ദ എർത്ത്, അതാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും, കോസ് ഐ എന്ന് പറയുന്നത് എന്ത് കിട്ടും, എച്ച് ഡിവൈഡഡ് ബൈ ഇതെന്ത് വരും, സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ 2 ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ 2 സ്ക്വയർ വരും അല്ലേ. അപ്പോൾ കോസ് ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും, എച്ച് ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ പ്ലസ് ഡി ബൈ 2 ഹോൾ സ്ക്വയർ. ഓക്കെ, വേറെ എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഡി എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിസ്റ്റൻസ് ഓർ സ്കിപ്പ് ഡിസ്റ്റൻസ് ആണ്. ആൻഡ് ഫ്രം ദ ഇക്വേഷൻ ഓഫ് എഫ് എം യു എഫ്, അതായത് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിരുന്നു, എഫ് എം യു എഫ് ഇസ് ഈക്വൽ ടു സി കൈ ഇൻറ്റു എഫ് സി എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടിയായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് എം യു എഫ് ഡിവൈഡഡ് ബൈ എഫ് സി ഇസ് ഈക്വൽ ടു സി കൈ, ഓർ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എഫ് സി ഡിവൈഡഡ് ബൈ എഫ് എം യു എഫ് ഇസ് ഈക്വൽ ടു കോസ് ഐ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോസ് സ്ക്വയർ ഐ
അല്ലെങ്കിൽ cos square yയുടെ ഇക്വേഷൻ എഴുതാം. cos square y ഈക്വൽ ടു രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? cos i is equal to h divided by square root of h square plus d by 2 whole square. ഇതായിരുന്നല്ലോ ഇക്വേഷൻ കിട്ടിയിരുന്നത്. അപ്പോൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ cos square i is equal to എന്ത് വരും? h square divided by h square plus i, ഇവിടുത്തെ സ്ക്വയർ റൂട്ട് പോവും, h square plus d by 2 whole square വരും. ആ cos square i അതിന് നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? f c square divided by f muf square കൊടുത്തു. ഓക്കെ, ദെൻ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിയുടെ ഇക്വേഷനാണ് അല്ലേ, സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഡിയുടെ ടേം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു, ബാക്കിയുള്ള ടേംസ് എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ബൈ 4 LHSൽ കൊണ്ടുവന്നു, ബാക്കിയുള്ള ടേംസ് എല്ലാം RHSലോട്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് കിട്ടി? എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എഫ് സി സ്ക്വയർ ഇൻറ്റു എഫ് MUF സ്ക്വയർ. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ് കേട്ടോ. ദാറ്റ് മീൻസ് d square by 4 is equal to h square into f MUF square divided by f c square minus h square കിട്ടി. അതിൽ നിന്ന് h square കോമൺ ആണ്, ഇവിടുന്നും h square ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ f MUF square divided by f c square minus 1 കിട്ടി. ദെൻ d square is equal to എന്ത് കിട്ടി? ഇക്വേഷൻ d square is equal to 4h square into ഈ 4നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി 4h സ്ക്വയർ ഇൻറ്റു എഫ് MUF സ്ക്വയർ ഡിവൈഡ് ബൈ എഫ് സി സ്ക്വയർ മൈനസ് 1 ഓർ ഡി is equal to 2h ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എഫ് MUF ഡിവൈഡ് ബൈ എഫ് സി ഹോൾ സ്ക്വയർ മൈനസ് 1. ഇതാണ് സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എർത്ത് സർഫസ് ഈസ് ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, ഇനി അതിലൊരു പ്രോബ്ലം നോക്കാം. A high frequency radio has to be established between 2 points on the earth 2000 km away. Okay. If the reflection of the ionosphere is at a height of 200 km, has a critical frequency of 6 MHz, calculate MUF for the given path. നമുക്ക് എഫ് MUF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അറ്റ് എ ഹൈ ഫ്രീക്വൻസി റേഡിയോ വേവ് ഹാസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ 2 points ഓൺ ദ എർത്ത് 2000 km അവേ. അതായത് ട്രാൻസ്മിറ്ററും അതുപോലെ തന്നെ റിസീവിങ് പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 2000 km അവേ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ സ്കിപ്പ് ഡിസ്റ്റൻസ്. therefore d is equal to 2000 km എന്ന് പറഞ്ഞിട്ട് എഴുതി. ദെൻ അടുത്തത് എന്താ പറഞ്ഞിരുന്നത്? ഇഫ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ അയനോസ്ഫിയർ ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 200 km, ദാറ്റ് മീൻസ് h is equal to 200 km and it has a critical frequency of 6 MHz, that means fc is equal to 6 MHz. എല്ലാം കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എഫ് MUF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഡിയുടെ ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നത്. d is equal to എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതുക, അതിൽ നിന്ന് MUF കണ്ടുപിടിക്കുക, ബാക്കി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഫ് MUF കണ്ടുപിടിക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് നമുക്ക്. പക്ഷേ ഇവിടെ ഇക്വേഷൻ അറിയണം, സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ അറിയണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എഫ് MUFൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ പോരെ. അവിടെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്രാക്ഷനും ഒന്നും തരാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് സ്കിപ്പ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ, അതിൻ്റെ പ്രോബ്ലം വരുന്നത്.